ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം ഹൗസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇരുമ്പമ്പുളി വെച്ചിട്ട് വെറൈറ്റി അച്ചാറാണ് കേട്ടോ. അപ്പോൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം, അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണ്ട നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇരുമ്പമ്പുളി എടുത്താണ്, അത് നല്ല പുളി ഒന്ന് കഴുകി തുടച്ചതിന് ശേഷം അതിൻ്റെ ബാക്കത്തെ സൈഡൊക്കെ ഒന്ന് മുറിച്ച് കൊടുത്തുക്കണം കേട്ടോ. ഇനി നമുക്ക് നീളത്തിലൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഇരുമ്പമ്പുളി മരത്തുമ്പോൾ പറിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തൊരു വെള്ള കളർ പൊടി ഉണ്ടാവും, അത് നല്ലതുപോലെ ഒന്ന് കഴുകി കളയണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താൻ മറക്കരുതേ. അപ്പം ഫുള്ളായിട്ട് ഇരുമ്പുമ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തുകണേ. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഫുള്ളായിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. ഇനി അതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. ഒരു 5 അച്ച് ശർക്കരയാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തിയിട്ടതിൻ്റെ ശേഷമാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. നമ്മൾ ചെറിയൊരു കപ്പിൽ 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്ക് 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്ക് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് ചൂടായിക്കണം. അതിലേക്ക് നമുക്കൊരു 3 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കണം. അത് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അത് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം അപ്പോഴേക്കും നമുക്കൊരു കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെക്കാം. ഇത് നല്ലോണം ഒന്ന് പൊട്ടിയതിന് ശേഷം അത് 3ഉം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇരുമ്പുള്ളി നല്ലോണം ഒന്ന് വേവിച്ച് വെച്ചതുകൊണ്ട് തന്നെ ഈ 3 സാധനങ്ങൾ നമുക്ക് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് നല്ലോണം ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഇരുമ്പുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ വെള്ളം നമ്മൾ വേവിച്ച് ഇരുമ്പുള്ളിയിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മളിതിലേക്ക് സുർക്ക് ഉപയോഗിക്കണില്ല കേട്ടോ. നമ്മൾ ഇരുമ്പുള്ളിയിൽ തന്നെ പുളി ഉണ്ടായതുകൊണ്ട് നമ്മൾ സുർക്ക് ഉപയോഗിക്കണില്ല. ഇനി നല്ലതുപോലെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 സ്പൂൺ മുളകും പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മുളകിന് എരിവാണ് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചും കൂടി മുളകും പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ഈ അച്ചാർ ഒരു എരിവ് മധുരമൊക്കെ കൂടിയ ഒരു വെറൈറ്റി അച്ചാറാണ്. ഇനി നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതുപോലെ നല്ലോണം ഒന്ന് തിളച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ചെറിയ തീയിലല്ലാത്ത മീഡിയം തീയിലിട്ട് കാണും നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇപ്പോൾ നല്ലൊന്ന് കുറുകി വന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കായം പൊടിച്ചത് ചേർക്കണം. അപ്പോൾ ഒരു 1/2 സ്പൂൺ കായം പൊടിച്ച് അതിലേക്ക് ചേർക്കുകയാണ്. ഇനി പൊടിച്ച കായ ഇല്ലെങ്കിൽ നമ്മൾ കായ ഇതേപോലെ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇനി കുറുകാൻ കാത്തിക്കരുത്. നമുക്ക് വാങ്ങി വെച്ച് ചൂടാറുന്നതോടും ഇത് നല്ലോണം ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്കിതൊന്ന് വാങ്ങി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇതൊരു പാകത്തെ കുറുകലായിക്കണം. ഇനി ഒന്നും കൂടി ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ അടിപൊളി വെറൈറ്റി ഇരുമ്പുളി അച്ചാർ റെഡിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടി അതേപോലെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.